പച്ചക്കറി കച്ചവടത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജു 45 ലക്ഷം രൂപ തട്ടിച്ചെന്ന യുവാവിന്റെ പരാതി. CPI ഭരിക്കുന്ന കൃഷി വകുപ്പിന് കീഴിലെ ഹോർട്ടികോർപ്പിന് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി എത്തിച്ചു നൽകി ലാഭം ഉണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് പണം വാങ്ങിയെന്നാണ് കൊടുങ്ങല്ലൂർ സ്വദേശി അഹമ്മദ് റസീൽ പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. CPI എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരിക്കെ രാജുവും ഡ്രൈവർ ധനീഷ്, വിതുൽ ശങ്കർ, CV സായ് എന്നിവർ ചേർന്ന് പറ്റിച്ചെന്നാണ് അഹമ്മദ് റസീൽ നൽകിയ പരാതിയിൽ പറഞ്ഞത്. 2 വർഷം മുമ്പ് ഡ്രൈവർ ധനീഷ് പറഞ്ഞതുപ്രകാരമാണ് പാർട്ടി ഓഫീസിലെത്തി പി രാജുവിനെ കണ്ടത്. ഹോർട്ടികോർപ്പിന് പച്ചക്കറി വിറ്റാൽ വൻ ലാഭമുണ്ടാകുമെന്നും ഭരണസ്വാധീനമുള്ളതിനാൽ പണം കിട്ടാൻ കാലതാമസമുണ്ടാവില്ലെന്നും രാജു ധരിപ്പിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പച്ചക്കറി വാങ്ങി ഹോർട്ടികോർപ്പിൽ വിൽക്കുന്ന ബിസിനസ്സിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് പലതവണയായി 62 ലക്ഷം രൂപ രാജുവിൻ്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവർ ധനീഷിനും സുഹൃത്ത് വിതുലിനും കൈമാറി. ഡ്രൈവർ ധനീഷ്, വിതുൽ ശങ്കർ, CV സായ് എന്നിവരുമായി ചേർന്ന് ഹോർട്ടികോർപ്പിന് പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന കമ്പനി രൂപവൽക്കരിച്ചായിരുന്നു കച്ചവടം. ബാങ്ക് വഴിയാണ് പണം നൽകിയത്. ഇതിൽ 17 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. ബാക്കി 45 ലക്ഷം രൂപ കിട്ടിയില്ല. അന്വേഷിച്ചപ്പോൾ ഹോർട്ടികോർപ്പിൽ നിന്ന് ഇവർക്ക് പണം കിട്ടിയതായി അറിഞ്ഞു. താൻ കൊടുത്ത പണത്തിൽ നിന്ന് 15 ലക്ഷം രൂപ ചെലവിട്ടാണ് പി രാജു ഇപ്പോൾ ഉപയോഗിക്കുന്ന കാറ് വാങ്ങിയതെന്നും അഹമ്മദ് റസീന്റെ പരാതിയിൽ പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും അഹമ്മദ് റസീൽ പറഞ്ഞു. എന്നാൽ അഹമ്മദ് റസീനുമായി ബിസിനസ് പങ്കാളിത്തം പോയിട്ട് പരിചയം പോലുമില്ലെന്നാണ് പി രാജുവിൻ്റെ പ്രതികരണം. പണം കിട്ടാനുണ്ടെന്നു പറഞ്ഞ് വന്നപ്പോൾ പൊതുപ്രവർത്തകനെന്ന നിലയിൽ ഇടപെടുക മാത്രമാണ് ചെയ്തതെന്നും കാറ് വാങ്ങിയത് തൻ്റെ സ്വന്തം പണം ഉപയോഗിച്ചാണെന്നും പി രാജു വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറിയായിരിക്കെ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് പാർട്ടി കമ്മീഷണർ കണ്ടെത്തിയതിനെ തുടർന്ന് മുൻ MLA കൂടിയായ പി രാജുവിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് പുതിയ ഈയൊരു പരാതി.